KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശാസന. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സാണ് എന്നാണ് വിമർശനം. ബ്രത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ അപകടം കുറഞ്ഞെന്നും മന്ത്രി പറയുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് മന്ത്രിയുടെ വിമർശനം? അതേത് പശ്ചാത്തലത്തിൽ? വിവരങ്ങൾ എന്താണ് സലീം? ശ്രീജിത്ത്, ഇന്ന് തിരുവനന്തപുരം ആനയറയിലെ KSRTC സ്വിഫ്റ്റിന്റെ തന്നെ കോമ്പൗണ്ടിൽ വെച്ച് നടന്നൊരു പൊതുപരിപാടിക്കിടെയാണ് KSRTC സ്വിഫ്റ്റ് ജീവനക്കാരെ കടുത്ത ഭാഷയിൽ ശാസനയുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. അതിൽ പറയുന്നത്, സംസ്ഥാനത്തെ റോഡുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ് എന്നുള്ളതാണ് വിമർശനം. KSRTC ഡ്രൈവർമാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ പകുതിയിലധികവും മാറി, കൂടുതലും മാറി. പക്ഷേ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ ആ നിലയിലല്ല ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ്. അവർക്കൊരു ശാസനയായി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്നും മന്ത്രി പറയുന്നു. 500-ൽ താഴെ മാത്രം ബസ് ഓടുന്ന സ്വിഫ്റ്റ് ഇടിച്ചാണ് നിലവിൽ കൂടുതൽ പേർ മരിക്കുന്നത്. KSRTCയിലെ ജീവനക്കാർക്കുള്ള മര്യാദ സ്വിഫ്റ്റിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും പാലിക്കണം. മാത്രമല്ല, KSRTCയുടെ യജമാനൻ പൊതുജനമാണ്, അത് മറന്നുകൊണ്ട് വണ്ടി ഓടിക്കരുത് എന്നും മന്ത്രി വിമർശിക്കുന്നുണ്ട്. സ്വിഫ്റ്റിലെ ജീവനക്കാർ ആളുകളോട് മോശമായി പെരുമാറുന്നു എന്നും പരാതിയുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പരാതി വരികയും അത് കണ്ടെത്തുകയും ചെയ്താൽ കർശന നടപടി ഉണ്ടാകും എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ബ്രത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടുകൂടി അപകടം കുറഞ്ഞുവെന്നും കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് മന്ത്രി പറയുകയാണ്. ശരാശരി 40 മുതൽ 48 വരെ ഒരു മാസം അപകടം നടന്നിരുന്നത് കുറയ്ക്കാനായി. ആഴ്ചയിൽ ഒരു അപകട മരണം പോലും ഇല്ലാത്ത ദിവസങ്ങൾ മുൻപുണ്ടായിരുന്നു. എന്നാൽ അപകട മരണങ്ങൾ ഇല്ലാത്ത നല്ല ദിവസം. KSRTC സ്വിഫ്റ്റിലെ ഡ്രൈവേഴ്സ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകുകയാണ് ഒരു ശാസനയുടെ രൂപത്തിൽ. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.